ഒരു 20 സെക്കൻഡിൽ ലാലേട്ടൻ ഇങ്ങനെ തല ഓടിക്കൊണ്ട് അവിടെ നിന്നു. എന്റെ കണ്ണ് തന്നെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഇമോഷണൽ ആവുന്നുണ്ടോ? ആക്ച്വലി അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര ഓവർവെൽമിങ്, ഭയങ്കര കണ്ടന്റ് ഫീലുള്ള ഓർമ്മകളാണ്. ഇന്നലെ ലാലേട്ടൻ എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രണവിനെ ഇടിക്കുന്ന മറ്റേ ബസ്സിന്റെ അവിടെ വെച്ച് ഇടിക്കുന്നതും അത് കഴിയുമ്പോഴേക്കും എന്റെ പിള്ളേരെ തൊടുന്നോളൂ അത് പറഞ്ഞിട്ട് ലാലേട്ടൻ എന്റെ ലാലേട്ടൻ ഇങ്ങനെ തോളോട് പിടിച്ച് ഇങ്ങനെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തി. ലാലേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മള് ലാസ്റ്റ് ഇയർ അല്ലേ കണ്ടത് എന്നൊരു ഒരു സെൽഫി എടുത്ത് സത്യൻ സാർ ഇങ്ങനെ ഓടി വന്ന് എന്നെ മാറ്റി എടുത്തിട്ട് പറഞ്ഞു, ലാല് പറഞ്ഞു ഭയങ്കര രസമായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു കമന്റ്. ഹൃദയം സിനിമയില് പ്രണവ് മോഹൻലാലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഹൃദയപൂർവ്വം സിനിമയിൽ ലാലേട്ടന്റെ കാല് പിടിച്ച് പൊക്കുന്ന സ്ഥാനമുണ്ട്. മോഹൻലാൽ കുടുംബത്തോടെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ആക്ഷൻ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കൊണപറച്ചിലുകൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് എനർജി ലിഫ്റ്റ് ചെയ്യിപ്പിക്കും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യിപ്പിക്കും. നല്ലോണം താഴെ വീണിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നത്. അതുകൊണ്ട് പേടിയുണ്ട്. പ്രേമല് മുമ്പ് ചെയ്തതെല്ലാം പാളി. ഞങ്ങളൊരു 10-36 പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിനോ ചേട്ടൻ. അന്ന് ഡിനോ ചേട്ടൻ റൈറ്റർ, ഞാൻ ഡയറക്ടറും ആയിരുന്നു. സത്യം പറഞ്ഞ 1-2 സ്ഥലത്ത് അഡ്വാൻസ് വരെ കിട്ടിയതാ. പക്ഷേ തിരിച്ചു കൊടുത്തിട്ടില്ല. കോസ്റ്റ്യൂം ഒക്കെ ഇടാൻ വേണ്ടി നടക്കാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് ലാലേട്ടൻ്റെ അസിസ്റ്റന്റ് എന്നിട്ട് പറഞ്ഞു, ലാലേട്ടൻ വിളിക്കുന്നു, മനസ്സിലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കല്ലപ്പം, മീൻകറി 1 മണിക്കൂറിനുള്ളിൽ എവിടെ നിന്നോ അത് വരുത്തിച്ച് നീ കഴിക്കും, വിശന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി വിളമ്പിയൊക്കെ തന്ന്. രാവിലെ ഒരു 9 മണി തുടങ്ങി വൈകുന്നേരം 9:30 വരെ കേട്ടിരുന്നത് ലാലേട്ടന്റെ കഥകളാണ്. കൊണ മാത്രമില്ല എന്നുള്ളൂ, ചിരിയുണ്ട്. ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ ആരായിട്ടാണ് ശരിക്കും? ഞാൻ ഹോം നേഴ്സ് ആയിട്ടാണ്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവി വേൾഡ്. സംഗീത് പ്രതാപാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. സ്വാഗതം ബ്രോ. താങ്ക് യു. നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ്, അതെ, നമ്മൾ ഫോൺ വഴിയായിരുന്നു ഇപ്പൊ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഹൃദയം സിനിമയില് പ്രണവ് മോഹൻലാലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഹൃദയപൂർവ്വം സിനിമയിൽ ലാലേട്ടന്റെ കാല് പിടിച്ച് പൊക്കുന്ന സ്ഥാനമുണ്ട്. മോഹൻലാൽ കുടുംബത്തോടെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഹൃദയപൂർവ്വത്തിൽ ആക്ച്വലി കാല് പിടിച്ച് പൊക്കുന്നെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ഹൃദയത്തിലെ പോലെയല്ല. ആക്ച്വലി ഇന്നലെ ലാലേട്ടൻ എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പ്രണവിനെ ഇടിക്കുന്ന മറ്റേ ബസ്സിന്റെ അവിടെ വെച്ച് ഇടിക്കുന്നതും അത് കഴിയുമ്പോഴേക്കും എന്റെ പിള്ളേരെ തൊടുന്നോളൂ അത് പറഞ്ഞിട്ട് ലാലേട്ടൻ എന്റെ അതോടെ മിക്സ് ചെയ്ത് അത് ലാലേട്ടൻ തന്നെ എനിക്ക് അയച്ചു, ആരും ഫോർവേഡ് കൊടുത്തിട്ട്. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് എന്റെ ഫസ്റ്റ് പടമാണ് ഹൃദയം ആസ് ആൻ ആക്ടർ. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ലാലേട്ടൻ, ആദ്യം പ്രണവിന്റെ കൂടെ, ഇപ്പൊ ലാലേട്ടന്റെ കൂടെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയരങ്ങളിലേക്ക് തന്നെ പോട്ടെ. മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ വരുമ്പോൾ അവർ ഭയങ്കര ആ കോംബോ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. എങ്ങനെ എൻജോയ് ചെയ്തു ആ ഒരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഈ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും സത്യനന്ദിക്കാട് സാർ ഇങ്ങനെ പറയാമെന്ന് ചിന്തിച്ചിട്ടുള്ളത്? എന്തായിരിക്കും കണ്ടത്? ഒരു പക്ഷേ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരു നിമിഷത്തിലേക്ക് വന്നു ഇന്ന് നമ്മൾ സ്റ്റക്കായി പോകുന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു സത്യൻ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ. അത് ആ സ്റ്റേറ്റ്മെന്റിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ ഒരു ടേക്ക് അവേ അതിൽ നിന്നുള്ളത് അത് ആര് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വരെ അവരുടെ വരെ സിനിമ ഇഷ്ടങ്ങളുടെ സമയത്തുള്ളവരാണ് സത്യൻ സാറ്, ശ്രീനിവാസൻ സാറ്, ലാലേട്ടനൊക്കെ. അപ്പം അവരോട് നമ്മൾ കമ്പയർ ചെയ്യപ്പെടുന്നത് തന്നെ എനിക്കറിയില്ല. അത് വേറെ ആരെങ്കിലും ആണ് പറയുന്നെങ്കിൽ ഞാൻ പറയും, അയ്യോ അങ്ങനെ പറയില്ലേ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ആക്ച്വലി പ്രേമിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെയും നെസ്ലിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ കമ്പാരിസൺസ് ഒക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയും പേടിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് നേരിട്ട് പറയുമ്പോൾ പറയും, അയ്യോ ഇങ്ങനെ പറയില്ലേ എന്ന് പറയും. പക്ഷെ ഇത് പറയുന്ന ആള് ഭയങ്കര ലെജൻഡായിട്ടുള്ള നമ്മളുടെ സിനിമ ഇഷ്ടങ്ങൾ വളർത്തിയ ആൾക്കാരാകുമ്പോൾ അത് ഭയങ്കര നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അതിനോട്. ഇമോഷണലി ഭയങ്കര അതായിരുന്നു ഈ കുറെ നാളെത്തിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ കണ്ണ് നിറയാന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടാകുന്നത് കുറെ നാൾക്ക് ശേഷമായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ ചില മൊമെന്റ്സ് നമുക്ക് ഒരു വേറൊരു കാര്യമായി വിളിച്ചു. അതിനുശേഷം സാറായിട്ട് സംസാരിക്കുകയും ചെയ്തു? ഇല്ല, ഞാൻ അതിനുശേഷം സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും പിന്നെ ഇങ്ങനെ വിളിച്ചിതാക്കാറില്ല. അപ്പൊ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അനൂപേട്ടനും ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ, അനൂപ് സത്യൻ. അപ്പൊ അനൂപേട്ടനും പറയാറുണ്ട് ഇങ്ങനെ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ പോണം ഇനി ഒരു ദിവസം. അടിപൊളിയാവട്ടെ. ഈ എനിക്ക് തോന്നുന്നു പ്രേമലു തന്ന ശരിക്കും പറഞ്ഞ ഒരു അപ്സൈഡ് ഡൗൺ എന്താ പറയുക, അതിനൊരു ഭയങ്കര ജീവിതത്തിൽ വലിയൊരു
യു ടേൺ എന്ന് പറയാം, ജീവിതം തിരിച്ചുവിടുന്ന ഒരു സാധനം. അതുവരെ എഡിറ്ററാണ്, എന്നാൽ ഹൃദയത്തിൽ അഭിനയിക്കുന്നു. പ്രേമലുവിന് ശേഷമാണ് ശരിക്കും ഫോക്കസ്ഡ് ആയത്, ആക്ടിങ്ങിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയത്. എന്നാൽ സർക്കിട്ട് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ആക്ടിങ്ങിലേക്ക് ഫോക്കസ്ഡ് ആയത് പ്രേമലുവിന് ശേഷം തന്നെ എന്ന് പറയാം. കാരണം അതിനു മുമ്പ് എനിക്ക് ഭയങ്കര ബേസിക്കലി ഫിലിം മേക്കിങ്ങും എഡിറ്റിങ്ങും തന്നെയായിരുന്നു പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മാർക്ക് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അഭിനയം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഏറ്റവും കംഫർട്ട് സോണുള്ള ആളുകളുടെ കൂടെ ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പാഷനേറ്റ് ആയിട്ട് കാണുകയും അതിൽ എഫേർട്ട് ഇട്ട് കഥകൾ കേൾക്കുന്നത് തുടങ്ങിയ എഫേർട്ടാണല്ലോ നമ്മൾ. അതെ തീരുമാനങ്ങൾ എടുക്കുന്നത്, യെസ്സും നോയും പറയുന്നത്, പിന്നെ ഒരു സിനിമയുടെ ഓരോ ദിവസങ്ങളും വലിയ എഫേർട്സ് ആണ്. ഷൂട്ടിൻ്റെ സമയം, അതിനുശേഷം പ്രൊമോഷൻസ്, അപ്പം ഇങ്ങനെ ഒരു വലിയ ട്രാവലാണ്. ആസ് ആൻ ആക്ടർ നമ്മൾ എടുക്കേണ്ടി വരുന്നതും വലിയൊരു ട്രാവലാണ്. അപ്പം അതിനേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ റീസൺ പ്രേമലുവാണ്. പ്രേമലു തന്നെയാണ്. ആണ്. ഈ പ്രേമലുവിന് ശേഷം കുറച്ച് സീരിയസ് ആവുന്നു. അപ്പം പിന്നീട് വരുന്ന ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഓഫ് കോഴ്സ് ഹൃദയപൂർവ്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ലാലേട്ടൻ സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ രണ്ട് ലെജൻസിന്റെ കോംബോയിലേക്ക് വിളിക്കുന്നു. ഇനി കുറച്ചുകൂടി സെലക്ട് ചെയ്യുമോ? പിന്നെ ഇപ്പം പ്രൊഡക്ഷൻ നമ്പർ 20 ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ നായകനായിട്ട് വരുന്നു, മമിത സംഗീത് കോംബോ വരുന്നു. ഇപ്പോഴത്തെ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? പ്രേമലുവിന് ശേഷമാണ് ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമകളുടെ കഥ കേട്ടതിന് ശേഷം ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതൊരു സത്യം പറഞ്ഞ ഒരു പ്രിവിലേജ് തന്നെയാണെന്ന് പറയാം. കാരണം നമുക്ക് വരുന്ന ഒരുപാട്, ഞാൻ എണ്ണം പറയുന്നില്ല, അങ്ങനത്തെ എണ്ണാറുണ്ട്. ഫസ്റ്റ് തുടങ്ങിയ ഞാൻ കേൾക്കുന്ന കഥകളൊക്കെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ പോലും നമ്മളെ വിളിക്കുക, നമ്മൾ സിനിമയുടെ പാർട്ടാവാന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മൾ വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ലൈക്ക് ആസ് ആൻ ആക്ടർ ആളുകൾ നമ്മളിങ്ങനെ ഭയങ്കര എന്താ പറയുക, ക്രിട്ടിക്കലി ആണ് നമ്മളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി അഭിനയിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഒരു പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന 2-3 സിനിമകളാണ് ആളുകൾ സംഗീതം എന്നുള്ള രീതിയിലോ അമൽ ഡേവിസ് എന്നൊക്കെ ഉള്ളതിൻ്റെ ബാക്ക്ഡ്രോപ്പിലും പോലും കണ്ടു തുടങ്ങിയത്. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസം കുറച്ച് അധികം നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് പല രീതിയിലും. ഞാൻ എന്നെപ്പറ്റി മാത്രമല്ല, ആസ് ആൻ ആക്ടേഴ്സ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഭയങ്കര ക്ലിയർ ആണെന്ന് നമുക്ക് തന്നെ തോന്നും. ആദ്യത്തെ കമൻറ്റ് മാത്രമേ വിഷമിപ്പിക്കുള്ളൂ, രണ്ടാമത്തേത് തുടങ്ങി നമുക്ക് തോട്ട്സ് ആണ്, ഇത് ശരിയാണല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് മാക്സിമം എന്തെങ്കിലുമൊക്കെ ആളുകൾക്കും സെർവ് ചെയ്യാൻ പറ്റുന്ന, എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്പർ ഓഫ് സിനിമകളേക്കാൾ ക്വാളിറ്റി കണ്ടന്റുകളുടെ ഭാഗമാവാനാണ് ശ്രമിക്കുന്നത്. എല്ലാ ആക്ടേഴ്സിൻ്റെ ലൈഫിലും ഒരു സിനിമ ഉണ്ടാവും, അവരുടെ കരിയറിൽ തിരിച്ചു വിടുന്നൊരു സിനിമ. ചിലപ്പോൾ അവർ അത് വെച്ചിട്ടായിരിക്കും പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ മണിയമ്പിള്ള രാജു, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അങ്ങനെയായി മാറി. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ, ഒരുപാട് നടന്മാരും നടിമാരും നമ്മുടെ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ഇപ്പം പ്രേമലുവിന് മുന്നേ പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സംഗീത് പ്രതാപ് എന്ന് പറയുന്നതിലും ആൾക്ക് നമ്മുടെ അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവും. ഈ അമൽ ഡേവിസ് ആക്ച്വലി പോസിറ്റീവാണ് ഒരു പരിധി വരെ, പക്ഷെ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല. അമൽ ഡേവിസ് എന്നുള്ള ഐഡന്റിറ്റിയിൽ തന്നെ അറിയപ്പെടുക. ഇപ്പോഴും ഹരിഹരസുധൻ ഓഫ് കോഴ്സ് വന്നു, ഇപ്പൊ ഹൃദയപൂർവ്വം വരുന്നു. എന്നാലും സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞാൽ കൂടെ അമൽ ഡേവിസ് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചേർക്കും. അത് ശരിക്കും പറഞ്ഞ ഒരു ആക്ടറെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു റിസ്ക് എലമെന്റ് അല്ല, അതിൻ്റെ അകത്ത് മാറണം എന്ന് ചിന്തിക്കാറുണ്ടോ? ആ ഒരു പേരിനെ ഓവർകം ചെയ്യണം. ഞാൻ രണ്ടാമത്തെ സിനിമ തുടങ്ങിയ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അത് മാറണം എന്നുള്ളത് ഭയങ്കര അലേർട്ടായിരുന്നു. അതായത് ഇപ്പോൾ ഹരിഹരസുധൻ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും തോന്നിയത് പിന്നീടാണെങ്കിലും ആളുകൾക്ക് അത് കൂടുതലും പേരിൽ മാത്രമാണ് അവർ അമൽ ഡേവിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്, അമൽ ഡേവിസ് ഹരിഹരസുധൻ നന്നായിട്ട് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് അമൽ ഡേവിസ് എന്നുള്ളത്. ആസ് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും മാറ്റി കൊടുക്കുമ്പോൾ ആൾക്കാർ ഹാപ്പി ആവും തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഹൃദയപൂർവ്വത്തിൽ പറയുമ്പോൾ അവരുടെ ക്യാരക്ടർ ഭയങ്കര ടൈലർ മെയ്ഡ് അമൽ ഡേവിസ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു എഴുത്തിലുമൊക്കെ, ഹൃദയപൂർവ്വത്തിൽ. അപ്പോൾ പ്രതീക്ഷിക്കുക, അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് ലാലേട്ടൻ്റെ പ്രേമലു എന്ന് പറയുന്നതിൽ ഒരു ഭയങ്കര അതിലെ പ്രേമലു ഫാക്ടർ ഒരു പരിധിവരെ ഞാനും കൂടിയാണ്, അമൽ ഡേവിസും കൂടിയാണ്. ഞാനതിൽ കണ്ട ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ നെസ്ലിൻ്റെ അടുത്ത് എനിക്ക് ഏത് ലെവലിലോട്ട് കംഫർട്ട് സോണാണോ ഉണ്ടായിരുന്നത്
അതേ കംഫർട്ട് സോണിൽ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ആ പെർഫോമൻസ് കാണുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ആദ്യം ശരിക്കും ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചെയ്തു തുടങ്ങുമ്പോൾ. നമ്മൾ ഫസ്റ്റ് ഡേ ആണ് എനിക്ക് കൂടുതലും ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടിയത്. അപ്പോൾ അയ്യോ ഇതിപ്പോൾ അമൽ ഡേവ്സ് പോലെ ആവും. എനിക്ക് ഹരിഹരസുധനിൽ അത് ഉണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം മുതലേ ക്യാരക്ടർ ചെയ്യുമ്പോൾ അറിയാം ഇത് വേറെ പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ഇതിലങ്ങനെ ഡൗട്ട് ഉണ്ടായെങ്കിലും പിന്നെ സ്ക്രീനിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് ഇവർക്ക് എന്നിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം, അവർ ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഹൃദയപൂർവ്വത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ. ഞാനൊരു ഭയങ്കര പുതിയ ഒരു കാര്യം ചെയ്തതിനേക്കാൾ അത് ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടിയൊരു ആ കോമ്പിനേഷൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ ലാലേട്ടൻ്റെ ഭയങ്കര ഓർമ്മയുള്ള ഒരു ലാസ്റ്റ് എന്നൊക്കെ അവനും ഞാനും പറയുന്നത് കറക്റ്റാണോ എന്ന് അറിയില്ല. ലാസ്റ്റ് ഒരു കോമ്പിനേഷൻ അറബി ഒട്ടകത്തിലെ മുകേഷ് ഏട്ടനായിട്ടുള്ള, ബാക്കി പിന്നീട് വന്നതൊക്കെ സ്റ്റാൻഡ് അലോൺ ലാലേട്ടൻ്റെ കൂടെയും ഓപ്പോസിറ്റും ഒക്കെ ആയിട്ടുള്ള പറയാറ്. അപ്പം അതിന് ശേഷമാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തുടങ്ങിയ കണ്ടിട്ടുള്ള കുറേ ഭയങ്കര ഗ്രേറ്റ് കോമ്പിനേഷൻസിൻ്റെ ഒരു റിപ്പീറ്റേഷനായിട്ട് ഇപ്പോൾ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പം ഞാൻ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ റീസൺ ടു വാച്ച് ഹൃദയപൂർവ്വം ദിസ് കോംബോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കര അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ല. നമുക്ക് അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. വലിയൊരു അംഗീകാരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും വലിയ ടെൻഷൻ ഇല്ല. ശരിക്കും ആളുകൾ ഇങ്ങനെയൊക്കെ പറയണു, തിയേറ്ററിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറെ ദിവസം ഉൾട്ടാ അടിക്കാനുള്ള ചാൻസ്. അപ്പോൾ ശരിക്കും ടെൻഷൻ ഇല്ല. കാരണം പ്രതീക്ഷയുടെ അങ്ങേറ്റമാണ് ആൾക്ക് ഈ കോംബോ വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ സത്യം പറയുന്നതിന്റെ അനൗൺസ്മെന്റിന്റെ ഒന്ന് തുടങ്ങിയ അനുഭവിക്കുന്നതാണ്. അതായത് ഒന്നാമത്തെ ഇത് നമ്മൾക്കിത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഏറ്റവും ആദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം ഇവരെല്ലാവരും ആ സെറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഫ് ലെജൻസിന് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഒരുപാട് പേര് ഞാൻ എണ്ണം പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് അവരുടെ വിശേഷങ്ങളും കഥകളും പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ടെൻഷനില്ല, ഇത് ആൾക്കാരെന്താവും. ഞാൻ നോർമലി ആസ് ആൻ ആക്ടർ കരിയറിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഓരോ സിനിമയും ഭയങ്കര അലേർട്ടാണ്, ഓവർ തിങ്കിങ് ആണ്, പരിപാടിയൊക്കെയാണ്. ഇവിടെ എത്തിയിട്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിരുന്നു ഫസ്റ്റ് 2-3 ഡേയ്സ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ സന്തോഷിക്കുക, ഈ മൊമെന്റ്സ് എൻജോയ് ചെയ്യുക. ഈ സിനിമയിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ ഇവരുടെ കൂടെയുള്ള മൊമെന്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി ഒന്നും മാറ്ററേ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലെ മുമ്പോട്ട് പോകാന്നുള്ള കോൺഫിഡൻസിലായിരുന്നു മുമ്പോട്ട് പോയത്. അതെനിക്ക് കിട്ടിയതും ഒക്കെ ഭയങ്കര രസമുള്ള ഒരു ദിവസം. അപ്പം എനിക്കിങ്ങനെ ഫസ്റ്റ് ഡേ ഒക്കെ ഡൗട്ടാണ് ലാലേട്ടനായിട്ട് സിങ്ക് ആവുന്നുണ്ടോ, അവർക്ക് കറക്റ്റാണോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഡയലോഗ് പറയുന്നു, കഴിയുന്നു, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരുന്നു 2-3 ഡേയ്സ്. ഒരു ദിവസം വന്നു, ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു എപ്പിസോഡ് വന്നു. അന്നത്തെ ദിവസം ഒരു സീൻ എടുത്തു. അപ്പോൾ ആ സീൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഒറ്റ ഷോട്ട് വരുന്നു. അത് ഭയങ്കര ആ ഷോട്ട് എങ്ങനെ കഴിഞ്ഞു എനിക്കും ഭയങ്കര രസം ഉണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ലാലേട്ടനും ഭയങ്കര ഇതായിട്ടൊക്കെ കോമ്പിനേഷൻ റാപ്പോ വർക്കായ പോലെയൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും സത്യൻ സാർ ഇങ്ങനെ ഓടി വന്ന് എന്നെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ലാല് പറഞ്ഞു ഭയങ്കര രസമായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല ഇങ്ങനത്തെ ഒരു കമന്റ്. അതും ഞാൻ ഇങ്ങനെ സ്റ്റക്കായി. അതും സത്യൻ സാർ തന്നെയാണ് ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ഷൂട്ട് ഭയങ്കര സ്മൂത്തായിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ഫുൾ ടൈം നമ്മളെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളുടെ കൂടെയാണെന്ന് പറയുന്ന പോലെയാണ്. അതൊന്നും എനിക്ക് കിട്ടില്ല. ഇനിയും കിട്ടി, ഇപ്പൊ കിട്ടിയത് മാത്രമല്ല ഇനി കിട്ടുമെന്ന് പോലും അറിയില്ല. ഇനി കിട്ടട്ടെ. അതെ. ഞാൻ ആ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ലാലേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. മേ ബി ഫസ്റ്റ് ഡേ ഹൃദയപൂർവ്വം ഷൂട്ടിന് വേണ്ടിയിട്ട് ബ്രോ ചെല്ലുന്നു, ലാലേട്ടനൊപ്പമുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ എടുക്കുന്നു, ഷോട്ട് പറഞ്ഞു തരുന്നു, നിങ്ങൾ നിൽക്കുന്നു. ആ മൊമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാവും? ഞാൻ ശരിക്കും കുറച്ചുകൂടി പുറകിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടരുമിലാണ് ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. അപ്പൊ തുടരുമിൽ പോകുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നിൽക്കുന്നു. അന്ന് പ്രേമലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ലാലേട്ടൻ പ്രേമല് കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ വന്ന് പ്രൊഡ്യൂസറും തരുൺ ചേട്ടനൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇതിങ്ങനെ സംഗീതമാണ്. അപ്പം അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, പ്രേമലു എന്ന് പറഞ്ഞപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹൃദയത്തിലുണ്ടായി എന്ന് പറഞ്ഞു. ആ ഇടിക്കുന്ന മോൻ നീയാണല്ലേ ചോദിച്ചു. ആണല്ലേ എന്ന് പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു ആക്ച്വലി എനിക്ക് തോന്നുന്നു 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ്. അധികം ഒട്ടും സംസാരിച്ചിട്ടില്ല. വളരെ എന്തെങ്കിലും 1-2 വാക്കുകൾ എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 2 ദിവസങ്ങളൊക്കെ ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു.
അപ്പോൾ ആദ്യം വന്ന് സത്യൻ സാർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയാം ഞങ്ങൾ തുടരുമ്പോൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് നിന്ന് ആക്ച്വലി പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു മൊമെന്റ് എനിക്കാണ് ഐസ് ബ്രേക്ക് ഉണ്ടാവുന്നത്, ലാലേട്ടനല്ല. എനിക്ക് ഐസ് ബ്രേക്ക് ഉണ്ടാവുന്നു. ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒരു പ്രോപ്പർ ലാൻഡിങ്ങിലേക്ക് എത്തി ലാലേട്ടനായിട്ടുള്ള ഈ പറഞ്ഞ തമാശകളുടെ ഒരു തുടക്കം അങ്ങോട്ട് തുടങ്ങി സെക്കൻഡ് സ്കെഡ്യൂളിൻ്റെ ഒക്കെ ഒരു ദിവസമാണ് തുടരും റിലീസാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ലാലേട്ടൻ ഇങ്ങനെ ബാക്കിൽ ഇവരൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജെറീനെ കൊണ്ട്, എൻ്റെ പേര് ജെറി എന്നാണ് പടത്തിൽ, ജെറീനെ കൊണ്ട് അവർ ലാലേട്ടൻ ഇങ്ങനെ തോളോട് പിടിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ ഇരുത്തിയപ്പോൾ ആക്ച്വലി ഈ തുടരും റിലീസായ ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ ഷൂട്ട് തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത് അതേ ദിവസം തന്നെ, വെരി ലാസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ലാലേട്ടനോട് പറഞ്ഞപ്പോഴേക്കും ലാലേട്ടൻ്റെ രസങ്ങൾ അതൊക്കെ നമ്മളങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയില്ല, എടാ നമ്മൾ കഴിഞ്ഞ ഇത് ദിവസമല്ല ഒരു സെൽഫി എടുത്ത് എന്ന് പറയുന്നത് ലാലേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് ഇയർ അല്ലേ കണ്ട് എന്നൊരു സെൽഫി എടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സെൽഫി എടുത്തു. ലാലേട്ടൻ ഇങ്ങോട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാ, നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയൂലല്ലോ. അങ്ങനെയായിരുന്നു ആ മെമ്മറീസ് ഉള്ളത്. പണ്ട് ഉണ്ടായിരുന്നു പ്രിയദർശൻ സാർ ഏത് സിനിമ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ലാലേട്ടൻ, ജഗദീഷ് ജഗദീഷ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, അങ്ങനെ അവരെല്ലാവരും ഒരു ഗ്യാങ് ഫുള്ളുണ്ടാവും. ഇന്നസെന്റ് സാർ എല്ലാവരും ഉണ്ട്. അതുപോലെ ഗിരീഷ് ഷെഡി സിനിമകളിൽ ഒന്നുകിൽ നസ്ലിൻ ഇല്ലെങ്കിൽ സംഗീത്, ഇവരൊന്നും ഇല്ലാതെ ഒരു സിനിമകൾ നമുക്ക് ഇല്ല. ഈ ഞാൻ ചോട്ടെ, ഇപ്പം ഈ ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? അതിനൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ടത്, പണ്ട് നമ്മൾ തമാശക്ക് പറയായിരുന്നു നിവിനുണ്ടെങ്കിൽ കൂടെ അജു ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അസലുണ്ടോ സംഗീതം നിങ്ങളുടെ ഈ ബോണ്ടിങ് ഒക്കെ എങ്ങനെയാണ് ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ് പെർഫോമൻസിലേക്കൊക്കെ എത്തുമ്പോൾ. നമ്മൾക്കിത് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് തൊട്ട് മുമ്പ് വരെ ഭയങ്കര സംഘർഷാവസ്ഥയെ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ കംഫേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളതെങ്കിൽ ഭയങ്കര സമാധാനമാണ് നമ്മൾക്ക് പെർഫോം ചെയ്യാൻ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് സെറ്റിലാണെന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗിരീഷേട്ടൻ. കാരണം ഗിരീഷേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഭയങ്കര ചിരിയാണ്, ഫുൾ ടൈം നമ്മൾ ചിരിച്ചോണ്ട് ഒരു സാധനം ചെയ്യുമ്പോൾ എനർജി ഇങ്ങനെ ലിഫ്റ്റായിട്ടായിരിക്കും നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എനർജി തന്നെ അതിലേക്ക് ഡ്രൈവ് ആവുന്നതാണ്. പിന്നെ ഇവരെല്ലാവരും പറയുമ്പോഴും ഇപ്പം നെസ്ലിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോഴും ഇപ്പം ഈ റീസെൻ്റ്ലിയൊക്കെ ഞങ്ങൾ വേറെ 1-2 പരിപാടികളിലൊക്കെ ഉണ്ട്, അത് പറയാറായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വെദർ നമ്മൾ കൂട്ടുകാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ, മാത്യു ആണെങ്കിലും ഞങ്ങൾ റൊമാൻസിൽ കുറച്ച് ഫ്രിക്ഷനുള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു അങ്ങോട്ടും കൂടെ. പക്ഷെ ചെയ്യുമ്പോൾ ഇവർ ആക്ഷൻ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കൊണപറച്ചിലുകൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് എനർജി ലിഫ്റ്റ് ചെയ്യിപ്പിക്കും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യിപ്പിക്കും. അപ്പം അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടികൾ ഈ എനർജിയും ഈ കംഫർട്ടിങ് ഒക്കെ. ഇവരൊക്കെ എനിക്ക് മാത്രമാണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാറുണ്ട് പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വരെയൊക്കെ, അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന. ഞാൻ അതൊക്കെയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഒരാളിത് മിണ്ടാതൊക്കെ തന്നെ എനിക്ക് ടെൻഷൻ ആവും, ഞാൻ ചെയ്ത് ശരിയായില്ലേ ഇതുവരെ ചോദിക്കുക കൂടെ ആയിട്ട്. അതാണ് ഈ പറഞ്ഞ ഇപ്പൊ സോക്കോളിൽ കോണവർസൽ എന്ന് പറഞ്ഞല്ലോ, ഈ സംഭവം പക്ഷെ ഒരിക്കലും ഹൃദയപൂർവ്വത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്തു? ഹൃദയപൂർവ്വത്തില് ലാലേട്ടൻ കോണവർച്ചിലില്ല എന്നുള്ളതുള്ളൂ. ഫുൾ ടൈം നമ്മുടെ തൊട്ടടുത്ത് നിന്ന് കഥകൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു രാവിലെ 8 മണി 9 ആ ദിവസങ്ങളിൽ, ഷൂട്ടിംഗ് ദിവസങ്ങളിൽ രാവിലെ ഒരു 9 മണി തുടങ്ങി വൈകുന്നേരം 9:30 വരെ കേട്ടിരുന്നത് ലാലേട്ടൻ്റെ കഥകളാണ്. വിശേഷങ്ങള്, കഥകള്, ചിരി. ഇത് തന്നെ കൊണ മാത്രമില്ല എന്നുള്ളൂ, ചിരിയുണ്ട്. മാക്സിമം നമ്മൾ ചിരിച്ച് അങ്ങനെ പോകുന്നത്. പിന്നെ ലഞ്ച് ബ്രേക്ക് ഭയങ്കര രസമാണ്. ലഞ്ച് ബ്രേക്കിന് സത്യൻ സാർ ഉണ്ടാവും, സിദ്ദിഖ വരും. അപ്പം ഇവരിരുന്ന് പഴയ കഥകൾ പറയും. ആക്ച്വലി അതൊന്നും ഇനി കിട്ടില്ല. അത് ഞാനത് കിട്ടിയെന്നുള്ള എൻ്റെ ഭയങ്കര ഹയ്യാ. കാരണം ഇവര് സത്യൻ സാറൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്ന കാലം തുടങ്ങിയുള്ള കഥകൾ. ആ ലെജൻസ് തുടങ്ങി ഇവരുടെ കാലഘട്ടം കഴിഞ്ഞ് ഈ അടുത്ത് ഇവർ വർക്ക് ചെയ്ത ആളുകളുടെ കൂടെയുള്ള സിനിമ റിലേറ്റഡ് ഞാൻ ഒരു 40-45 ദിവസത്തിൽ മിനിമം ഒരു 100-300 കഥകളെങ്കിലും കേട്ടിട്ടുണ്ട്. 300 കുറവാ, വർഷത്തെ എല്ലാം ഒരുമിച്ച്. നമ്മള് ലാസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് ആദ്യം മുതൽ ഇവിടെ വരെയുള്ള എല്ലാം കേൾക്കാൻ പറ്റിയതല്ല. അപ്പൊ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ കഥകൾ തീർന്നു.
എന്നിട്ട് ഞാൻ മറ്റേ കഥ ഒന്നുകൂടി പറയും. അപ്പൊ സത്യൻ സാർ ഒന്നും കൂടി ആ കഥ പറയും പഴയത്. ഭയങ്കര രസമായിരുന്നു. ഈ സ്നേഹം കൊണ്ടുള്ള ശകാര കിട്ടിയിട്ടുണ്ട് ലൊക്കേഷനിൽ. കാരണം ഏറ്റവും ജൂനിയർ ഒരു പക്ഷേ സംഗീതമായിരിക്കാം ലൊക്കേഷനിൽ. അവരൊക്കെ നമ്മുടെ പ്രായത്തിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അങ്ങനെ സ്നേഹം കൊണ്ടുള്ള ശകാരങ്ങളൊക്കെ കിട്ടും. നമ്മളെ ഭയങ്കര പൊന്നിപ്പൊരുതി കൊണ്ട് നടക്കണം. ഇവർക്ക് ഭയങ്കര കാര്യം. ഞാനൊരു ദിവസം ഇതുപോലെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ഇതാവുമല്ലോ, കംഫർട്ട് കൂടി കഴിയുമ്പോൾ നമ്മള് ഇതാവും തുടങ്ങും. അപ്പം ഞാനിങ്ങനെ കാറിലിരിക്കുമ്പോൾ ലാലേട്ടൻ വിശക്കണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, വിശക്കണം മോനെ വിശക്കണ്ട, എനിക്ക് വിശക്കണ്ടറാ, എനിക്ക് വിശക്കണ്ട് എന്ന് പറഞ്ഞ് ഷോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരു മണിക്കൂർ എന്തോ കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോഴേക്കും പാക്കപ്പായി. 6 മണി, വൈകുന്നേരം 6 മണിക്ക് പാക്കപ്പായി. ഞാനിങ്ങനെ പോവാൻ കോസ്റ്റ്യൂമൊക്കെ ഇടാൻ വേണ്ടി നടക്കാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് ലാലേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഒന്നുകൊണ്ട് പറഞ്ഞു, ലാലേട്ടൻ വിളിക്കുന്നു, മനസ്സിലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കല്ലപ്പം, മീൻകറി, അതാണ് ഈ കുമളിയില ഈ സാധനം ഇങ്ങനെ എത്തിയെന്ന് അറിയൂടാ. 1 മണിക്കൂറിനുള്ളിൽ എവിടെ നിന്നോ അത് വരുത്തിച്ച് നീ കഴിക്കുക, വിശന്ന് പോണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി വിളമ്പിയൊക്കെ തന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വിളമ്പി തന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ കിട്ടില്ല ഇനി. ഭയങ്കര കുറെ മൊമെന്റ്സ് ഉണ്ട്. വേറൊരു ഓർമ്മയും കൂടി പറയാനുള്ളതില്ല. ഒന്നല്ല എല്ലാം പോരട്ടെ. ലാലേട്ട സത്യൻ സാറൊക്കെ നമുക്ക് എന്തും കേട്ടിരിക്കാൻ നമുക്ക് പറഞ്ഞു തുടങ്ങിയാലും തീരില്ല ഇവരുടെ വിശേഷങ്ങൾ. ഒരു ദിവസം ഇതുപോലെ അതേപോലെ ഒരു ഇമോഷണൽ പരിപാടിയാണ്. എനിക്ക് പനി വന്നു അവിടെ വെച്ചിട്ട്. അപ്പൊ ഷൂട്ടിന്റെ ഇടയില എനിക്കാണെങ്കിൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി ഒക്കെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് പനിയൊക്കെ വരും. അങ്ങനെ പനി വന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനും ഞാനും തന്നെയുള്ളൊരു സീനാണ്. അവിടെ നിന്ന് ഒരു കുമളി ആയതുകൊണ്ട് ഒരു ഡോക്ടറൊക്കെ വന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഷോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ലാലേട്ടൻ്റെ ഏരിയ എന്തോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നാൽ ലാലേട്ടൻ്റെ റൂമിൽ തന്നെയാണ് ഇതിന് സൗകര്യം ഒരുക്കിയത്, ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ. ഞാൻ പോയി ഇഞ്ചക്ഷൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാണ്. ഇഞ്ചക്ഷൻ്റെ ചെറിയ സഡേഷനിലൊക്കെ ഇത് ചെയ്ത സമയത്ത് ലാലേട്ടനകത്തോട്ട് വന്നു. എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് അവന്, പനി എങ്ങനെയുണ്ട്, ഏതൊക്കെ മരുന്നാണ് കൊടുത്തത്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചോദിച്ച് എന്നോട് എടാ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ട കുഴപ്പമില്ല, ഞാനിപ്പോൾ എണീക്കാം. ഇല്ല കിടക്ക് കുറച്ച് നേരം കൂടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ് ലാലേട്ടൻ എന്നിങ്ങനെ തലോടിക്കൊണ്ട് അവിടെ നിന്നു. ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോന്ന് പോലും അറിയില്ല, എൻ്റെ കണ്ണ് തന്നെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ഞാൻ നേരെ എൻ്റെ ഓർമ്മകൾ പോണത് 4 വയസ്സ് 5 വയസ്സ് തുടങ്ങി. അച്ഛനമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മോഹൻലാൽ. നമ്മൾ ഈ പവിത്രവും കിലുക്കമൊക്കെ അതിലെ സോങ്സ് ഒക്കെ കേട്ട് നമ്മൾക്ക് എവിടെയോ ഒരു ഫാദർലി അഫെക്ഷൻ അവിടെ ഉണ്ട്. ഇത്രയും വർഷത്തെ നമ്മളുടെ ഒരു ഫാദർലി ഫിഗറാണ്, നമ്മളുടെ ഒരു ചേട്ടനാണ്, നമ്മളുടെ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും ആരാധനയോട് കാണുന്ന ഒരാളാണ്. ആള് എനിക്ക് വേണ്ടി അവിടെ വന്നിട്ട് എന്നെ, അപ്പോൾ ഷൂട്ട് ഏകദേശം അവസാനിക്കറിയാം, അത്രയും എന്നെ ഭയങ്കര അറ്റാച്ച്ഡ്. സത്യൻ സാറൊക്കെ പറയും, ഞാൻ ആൻ്റണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യമായിട്ട് ഒരാളെ നോക്കുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യൻ സാർ എപ്പോഴും പറയും. എന്നെ പെറ്റുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കണം, വിശേഷങ്ങൾ പറയും, ഓരോ തമാശയൊക്കെ പറയും ഇതുപോലെ ഇടയ്ക്ക്. എന്നാലും ശകാരിക്കലൊക്കെ തരും, അങ്ങനെ സാധനങ്ങളൊക്കെ പറയുമെങ്കിലും ഭയങ്കര എന്നെ വേറെന്തോ ഒരു ഇമോഷണലിയും കൂടി എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ്. അങ്ങനെ നിന്ന് ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് നിന്നിട്ട് ലാലേട്ടൻ പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സത്യൻ സാർ എന്നിട്ട് പറഞ്ഞു പാക്കപ്പ് എന്ന് പറയും. അപ്പം അന്ന് 2 മണി വരെ ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്, നൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം പറഞ്ഞു എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ചെറിയൊരു ഇഞ്ചക്ഷൻ്റെ ആവശ്യമുണ്ട്, അത് സെറ്റാണ്. ഇല്ല അങ്ങനെ ഇവിടെ ആർക്കും അത്യാവശ്യമൊന്നുമില്ല ഷൂട്ട് തീർക്കണമെന്ന്, നമുക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് അവരൊരു 8 മണി 7:30 ഇപ്പോൾ പാക്കപ്പ് ചെയ്ത് എല്ലാവരും പോയി. അപ്പോൾ അതേ പറഞ്ഞ എന്നെ ഭയങ്കര ഇങ്ങനെ പൊന്നുപോലെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നിരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഇവരെ ഇല്ല ഇമോഷണൽ ആക്ച്വലി അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര ഓവർവെൽമിങ്, ഭയങ്കര കണ്ടന്റ് ഫീലുള്ള ഓർമ്മകളാണ്. അപ്പം അതിന് പകരം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ അതിൽ നേരത്തെ പറഞ്ഞ പോലെ അതിലെ കഥയൊന്നും കേൾക്കാത്തതോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് എത്ര സ്പേസ് ഉണ്ടെന്നോ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. ആ സിനിമ ഭയങ്കര എന്താ പറയാ, ഒരു ഹൃദയത്തോട് ചേർന്ന് ഹൃദയപൂർവ്വം തന്നെയാണ് ആ സിനിമ ഇപ്പോഴും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. എനിക്ക് അദ്ദേഹം പോയി പറഞ്ഞിട്ടായിരിക്കും ഷൂട്ട് നിർത്തിയത്. ആണ് ഉറപ്പായിട്ടും. അതെ, അങ്ങനെ പറഞ്ഞു, ലാല് പറഞ്ഞു നിർത്താൻ പറഞ്ഞു പറഞ്ഞിട്ട്. ലാലേട്ടനാണ് മറ്റേ പറഞ്ഞത്, അതായത് അങ്ങനെ അത്യാവശ്യം ഒന്നും ആർക്കും ഇല്ല നമുക്ക് ഷൂട്ട്, അത് പറയുന്നത് ലാലേട്ടനാണ്. ഈ എക്സൈറ്റ്മെന്റ് വിളിച്ച് ഷെയർ ചെയ്യുന്ന ആരുടെ, വൈഫിന്റെ അടുത്താണോ അതോ വീട്ടിലാണോ? ഞാൻ വൈഫ് ഒരു മെയിൻ ഒരു 3-4 സെറ്റ് ഉണ്ട്. ഇവരൊക്കെ വിളിച്ച് പറയുന്ന ഇപ്പൊ ഡിനോയ് ചേട്ടൻ, മമിത, നെസ്ലിൻ, വൈഫും അമ്മയും വീട്ടിലായിരിക്കും ഏറ്റവും ആദ്യം പറയണം. വൈഫ് എപ്പോഴും മിക്കപ്പോഴും അവള് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും സെറ്റില്. അപ്പോൾ അവള് അപ്പം തന്നെ ഏറ്റവും ആദ്യം ഇറങ്ങുന്ന ആൾ വൈഫായിരിക്കും. അത് കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം അച്ഛനും അമ്മയ്ക്കാണ്. കാരണം അച്ഛൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അച്ഛൻ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. ജയനൻ മിൻസൻ എന്ന് പറഞ്ഞ ക്യാമറാമാന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഇവരാണ് രാജാവിന്റെ മകൻ, നമ്പർ 20 മദ്രാസ് മെയിൽ, പിന്നെ തൂവാനത്തുമ്പികൾ, ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവര് തമ്മിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ തമ്മിൽ ഒരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നിട്ട് വന്ന് കാണുകയൊക്കെ ചെയ്തായിരുന്നു സെറ്റില്. അപ്പൊ അച്ഛന് ഇതൊക്കെ ഭയങ്കര, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തും, നമ്മളിലൂടെ അത് കംപ്ലീറ്റ് ആവുന്നു എന്ന് പറയുന്ന ഹാപ്പിനെസ് എപ്പോഴും ഭയങ്കര പ്രൗഡായിരിക്കും അദ്ദേഹം. ശരിക്കും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രയും പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും മകനെ പറ്റി ഓർത്തിട്ട്. അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിന്റെ വളർച്ചയൊക്കെ ഫാമിലി എങ്ങനെയാണ് നോക്കിയാണ്, പ്രത്യേകിച്ച് ഇപ്പൊ അച്ഛൻ എങ്ങനെയാണ് അവര് നോക്കുന്നത്? അവര് ഭയങ്കര കൂടെ ഉണ്ട് എപ്പോഴും അവർ ഇതിലെ ഓരോ ചെറിയ കാര്യങ്ങളും വിശേഷങ്ങളും ചോദിച്ചും ഇതിൽ ഹാപ്പി ആയിട്ടും മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്തൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി എല്ലാ രീതിയിലും അവർ സെറ്റിൽഡ് ആണ്. ഇപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം ഇതൊക്കെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ സന്തോഷം അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. ഞാനൊരു പോസ്റ്റ് വായിച്ചാണ്, എനിക്കൊന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്, ഞാൻ എവിടെയോ കണ്ടാണ്, FBയിലാണ്, ഏതൊരു ഗ്രൂപ്പിൽ കണ്ടാണ്. കുറച്ച് നേരെ സ്ക്രീൻ പ്രസൻസ് ഉള്ളെങ്കിലും ആ കരയുന്ന ഒരു സീൻ, അതായത് എത്ര ശോഭനമാമ ഉൾപ്പെടെ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി സംഗീതത്തിലേക്ക് പോകും. അദ്ദേഹം അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം പ്രേമലു കഴിഞ്ഞതിന് ശേഷം, പ്രേമലു ത്രൂ ഔട്ട് റോളിന് ശേഷം ഇതിലേക്ക് വരുന്ന ഒരു ചെറിയ റോളാണ്. ഇപ്പം അതിൻ്റെ അകത്തൊരു ഡയലോഗൊക്കെ ഉണ്ട്, അങ്കിൾ സീൻ തൂക്കി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, തൂഫാൻ അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് സാധനമുണ്ട്. അതുപോലെ ഈ കരയുന്ന ഒരു സീനൊക്കെ, ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒരു സ്റ്റോറി എന്താണ്? ആക്ച്വലി തുടരുമിലേക്ക് വരുമ്പോ പ്രേമലു കഴിഞ്ഞിരിക്കുക ഉടനെ ചെറിയ റോളിനാണ് വിളിച്ചത്. പക്ഷെ അത് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എൻ്റെ അടുത്ത് തരുൺ ചേട്ടനാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് തരുൺ ചേട്ടന് മെസ്സേജ് അയച്ചത്. എന്തെങ്കിലും അതായത് ഇറങ്ങി റിലീസ് ചെയ്തൊക്കെ പ്രേമലു ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെ തരുൺ ചേട്ടൻ്റെ പടം വരുന്നു എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നത് ലാലേട്ടനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു, തരുൺ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം തന്നെ വിളി വന്നു എനിക്ക്, അവിടെ ഒരു പരിപാടി ഉണ്ട്, പടത്തിലൊരു ക്യാമിയോ പരിപാടിയാണ്, പക്ഷെ പടത്തിന് തിരിച്ചുവിടുന്ന ക്യാരക്ടറാണ്, അത്രയും നേരം പോകുന്ന പടത്തിന്റെ ടോൺ മാറ്റുന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ലാലേട്ടൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ സീൻ എന്നും പറഞ്ഞു. ഇത്രയും കേട്ടു. ഞാൻ ഞാൻ സത്യം പറഞ്ഞ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ എണ്ണം സിനിമകൾ ആദ്യം കഥ കേൾക്കുന്നു, ആദ്യം ഓൺലൈൻ വായിക്കുന്നു, കഥ കേൾക്കുന്നു, പിന്നെ ഇങ്ങനെ പോയി ഓരോ, സത്യം പറഞ്ഞാൽ അതിന് മുമ്പ് റിജക്ട് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും പല കാര്യങ്ങളും, ഈ ക്യാരക്ടറുടെ ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞാൽ, നമ്മൾ കമ്മിറ്റ് ചെയ്യാതിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ആളുകൾ ചോദിക്കും, ഇതിൽ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന പേര്, തരുൺ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, രജപുത്ര ഇത്രയും വലിയ ശോഭന മാമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ചെറിയൊരു പരിപാടിയാണെങ്കിലും കഥേനെ ടേൺ ചെയ്യിക്കുന്നതാണ് എന്ന് കേട്ടപ്പോഴാണ് ഞാനും ഭയങ്കര സന്തോഷത്തോടെ പോയി ചെയ്യുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറേ ഇംപ്രവൈസേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. തരുൺ ചേട്ടനും ആ കാര്യത്തിൽ ഭയങ്കര ഓപ്പണാണ്. എന്തൊക്കെ എടാ ഇവിടെ എന്ത് പറയാൻ പറ്റും, എന്താണ് സാധനം ഒക്കെ പറഞ്ഞിട്ട് ഡയലോഗ്സ് പറഞ്ഞു. പിന്നെ ഈ കരച്ചിലിൻ്റെ സംഭവം ഞങ്ങൾക്ക് ആക്ച്വലി ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഫുൾ മഴയാ, ഈ കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു നമുക്ക് ഇമോഷണലി നിൽക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴയത്ത് പോയിട്ട് നനയുന്നു, അവിടെ ഓസിലടിക്കും, നമ്മൾ പോയി നനഞ്ഞ് ഓടി വന്ന് ബാക്കിൽ നിന്ന് കരയുന്നു. ഇത് തന്നെയായിരുന്നു സംഭവം. ഒരു 3 days or 2 days എന്തോ ഫുൾ ഷോട്ട് മഴയത്ത് തന്നെയായിരുന്നു. അപ്പോൾ തരുൺ ചേട്ടനും ഒരു ഇതുണ്ടായിരുന്നു, അതായത് ഇവൻ്റെ കൂട്ടുകാരാണ്, അവരുടെ ഒരു ട്രാവൽ അത് കംപ്ലീറ്റ് ആവുന്നത് ആ സീക്വൻസിലാണ്, ഇവൻ മരിക്കുമ്പോൾ അവർ അവിടെ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ നന്നായിട്ട് ബ്രീഫിംഗ് ഒക്കെ തന്നിരുന്നു. നിങ്ങൾ ശരിക്കും നമ്മുടെ കൂട്ടുകാരൻ കരയുമ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ കരയും എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ബ്രീഫിംഗ് ഉണ്ടായതൊക്കെ. ബാക്കി വൺ ലൈനർ ചില സാധനങ്ങളൊക്കെ തരുൺ ചേട്ടനോട് പറയും, ഇങ്ങനത്തെ പറയട്ടെ അങ്ങനെ പറയട്ടെ, പറഞ്ഞു. പിന്നെ തരുൺ ചേട്ടനും ചില സാധനങ്ങൾ പറയും, ഇത് പറ എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് അടൂർ ബാസി അദ്ദേഹം കോമഡി ചെയ്യുന്ന ഒരു സമയം അദ്ദേഹത്തിന് ഒരു മീറ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജഗദീഷ് ശ്രീകുമാർ സാറിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെതായ ഒരു മീറ്റർ ഉണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഒരുപാട് ഒട്ടനവധി താരങ്ങളുണ്ട്, സലീം കുമാർ ചേട്ടനുണ്ട്, സുരാജ് ചേട്ടനുണ്ട്, അവരൊക്കെ ട്രാക്ക്, കൊച്ചിൻ ഹനീഫ സാറുണ്ട്, അവരൊക്കെ ട്രാക്ക് മാറ്റിയ സമയത്താണ് അജു വർഗീസിൻ്റെ ഒരു എൻട്രി വരുന്നത്. പിന്നീട് വരുന്ന ഒരു ജനറേഷനിലെ ഒരു മെയിൻ നമ്മുടെ ഹ്യൂമർ കണ്ട് ചിരിച്ചത് സംഗീതത്തിലാണ്. ഇപ്പോൾ പ്രേമലു ആണെന്നുണ്ടെങ്കിലും ഹരിഹർ സുധൻ ആണെന്നുണ്ടെങ്കിലും ആ സിനിമ കൊണ്ടുപോയത്, ഇപ്പോൾ ഹരിഹർ സുധൻ ഓഫ് കോഴ്സ് ആ സിനിമ കൊണ്ടുപോയത് സംഗീതിൻ്റെ ഒരു ക്യാരക്ടറും അതിൻ്റെ ഒരു മീറ്ററുമാണ്. ഇപ്പോൾ ഈ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ ഹ്യൂമർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടിട്ടുണ്ടാവാം, നമ്മളെ അത് എന്താണ് നമുക്കത് പ്രചോദനമായിട്ടുണ്ടാവാം. സംഗീത ഒരു ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ആവരുത്, ഒരുപാട് ആക്ഷൻ ചെയ്തുകൊണ്ടാവരുത്, അല്ലെങ്കിൽ ശരീരം ഇളക്കി ആവരുത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഗോഷ്ടികൾ കാണിച്ചിട്ടാവരുത്.
ഈ വെർബലി ഞാൻ സംസാരിക്കാൻ വേണ്ടത് ഹ്യൂമർ പറയണം, അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്യാറില്ല ഒരു കാര്യവും. ആക്ഷൻസ് വരരുതെന്നോ ആക്ഷൻസ് വരണം എന്നുള്ളത് ലിമിറ്റ് ചെയ്യാറില്ല. പക്ഷെ അതല്ലാതെ പ്രിപ്പറേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ സീക്വൻസിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ടെക്സ്റ്റിലാണ്. വെർബൽ കൗണ്ടറുകളിലൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യത്തെ 2 സ്ഥലത്തും എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ അവർ പറയുന്നത് തന്നെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഹരിഹരസുധൻ പ്രത്യേകിച്ച് ഞാൻ കുറേ ടെക്സ്റ്റിലൊക്കെ ഡയലോഗ്സ് ഒക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ലിമിറ്റ് ചെയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് അത്രയ്ക്കൊന്നും പ്രിപ്പയർഡ് ഒന്നും ആയിട്ടില്ല ആസ് ആൻ ആക്ടർ. നമ്മൾ ഒരു ഗോ വിത്ത് ദ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. പിന്നെ ഞാൻ തന്നെ കാണുമ്പോഴും ചില ആൾക്കാർ പറയുമ്പോഴും ഒക്കെ തോന്നാറുണ്ട്, ഇപ്പോൾ സുമേഷ് ചേട്ടൻ പറഞ്ഞ പല ആക്ടേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസ് എന്നിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂആൻസസ് ഞാൻ കാണിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എൻ്റെ അടുത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പറയുമ്പോൾ അത് വരാറുണ്ട്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാനതിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഓർഗാനിക് ജെന്യുവിനായിട്ടും ഓർഗാനിക്കലി വരുന്നത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ കുഞ്ഞുനാൾ തുടങ്ങിയുള്ള അതാണ് നമ്മളുടെ കോമഡി എന്ന് പറഞ്ഞ് നമ്മൾ ഫീഡായി കിടക്കുന്നത്. അപ്പൊ അതിങ്ങനെ വരുന്നുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ നമ്പർ 20 വരുന്നു, സംഗീതം മമിതയാണ് ഒരുമിച്ച് വരുന്നത്. പിന്നെ ഒരു സിനിമ കൂടി മെഡിക്കൽ മിറാക്കിൾ വലിയ ചെവിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. അപ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നു, പിന്നീട് സപ്പോർട്ടിങ് ക്യാരക്ടർ വരുന്നു, കോമഡി ആയിരുന്നു, ഇപ്പം നായകനിലേക്കുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കരിയറിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. ഈ കൃത്യമായ പ്ലാനിങ് ആണോ, അതെയോ ഈ പറഞ്ഞ പോലെ ഗോത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു മൂഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണോ? സോർട്ട് ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ ജോലി. പ്ലാനിങ് ഇങ്ങനെ വരണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായി, പക്ഷെ അതിനനുസരിച്ച് കറക്റ്റ് നമ്മൾക്ക് പ്രൊജക്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റിയത്. വളരെ ജെനുവിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നായകനാവുക എന്ന് പറയുന്നത് പോലും അതിപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഈ 2 സിനിമകളും ആസ് സബ്ജക്റ്റ് വൈസും കണ്ടന്റ് വൈസും ക്രൂ വൈസും ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണ് നായകനായത്. അതല്ലാതെ ഞാൻ നായകനാവാൻ വേണ്ടി വന്നതല്ല. ആക്ച്വലി ഞാൻ നല്ല സിനിമകളുടെ ഭാഗമാവുക, ചെറിയ റോളാണെങ്കിലും ഒരു മാർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സിനിമകൾ ചൂസ് ചെയ്ത് പോരുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരം നല്ല സിനിമകൾ വന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളി കാണുന്ന സിനിമയാണ് ഹൃദയപൂർവ്വത്തിൻ്റെ ഒപ്പം തന്നെ കാണുന്ന സിനിമയാണ് ബേബി ഗേളിലും ഇതുപോലെ ഇതിനു മുമ്പ് കാണാത്ത ഒരു പരിപാടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു, ഡബ് നടക്കാണ് ഇപ്പോൾ. ഷൂട്ട് മൊത്തം കഴിഞ്ഞു. അതിലും ഹ്യൂമർ മൂഡാണോ അതെയോ? അല്ല, അതിലൊരു ഫ്രെയിമിൽ പോലും ഹ്യൂമർ ഇല്ല. ഇല്ല. അതൊരു അങ്ങനത്തെ ഒരു സഞ്ജയ് ചേട്ടനാണ് സ്ക്രിപ്റ്റ്, സഞ്ജയ് ബോബി. പിന്നെ അരുൺ വർമ്മ നമ്മുടെ ഗരുഡന്റെ ഡയറക്ടറാണ്, ലിസ്റ്റിൻ ചേട്ടൻ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ വരട്ടെ. സംഗീത ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്താണ് പ്രേമലു ഹിറ്റ് അടിക്കുന്നത്. പിന്നീട് അന്നാ തൽക്കാലം ഡയറക്ഷൻ ഇനി കുറച്ച് അഭിനയത്തിലേക്ക് നോക്കാം, അങ്ങനെ ഒരു ഡിസിഷൻ വന്നില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രേമിൽ ഇറങ്ങുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങളൊരു പ്രൊഡ്യൂസറെ പോയി കണ്ടിരുന്നു. അതും ഇപ്പൊ എണ്ണം പറയാനാണെങ്കിൽ അവിടെയും ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു 10-36 പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിനോയ് ചേട്ടൻ. അന്ന് ഡിനോയ് ചേട്ടൻ റൈറ്റർ, ഞാൻ ഡയറക്ടറും ആയിരുന്നു. അപ്പൊ അന്നൊരു വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ റെഡിയാവും. സത്യം പറഞ്ഞ 2 സ്ഥലത്ത് അഡ്വാൻസ് വരെ കിട്ടിയതാ, പക്ഷേ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ടിട്ടും നമ്മൾക്ക് എല്ലാവരുടെയും അന്ന് ആർക്കും മാർക്കറ്റില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇപ്പൊ പല പ്രശ്നങ്ങൾ കൊണ്ടിട്ടും പടം പിന്നെ മാറി പോകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അത് ഞാൻ ശരിക്കും പറഞ്ഞത് അത്ഭുതപ്പെട്ടു പോയി. ഞാനൊരു ആക്ടിങ് കോഴ്സ് ചെയ്യാൻ പോവാണെന്ന്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു പ്രേമലു കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ഒരു ഹിറ്റ് വരുന്ന ഒരു സമയത്ത് ഒരു ആക്ടർ പോയി വീണ്ടും ഒരു ആക്ടിങ് കോഴ്സിൽ ഏർപ്പെടുക എന്നത് വളരെ റെയറായിട്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു ഡിസിഷൻ? അഭിനയം പഠിക്കണം എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ സ്വയം പുതുക്കലായിരുന്നോ? എങ്ങനെയാണത്? അത് നടക്കുന്നുണ്ട് ആക്ച്വലി. ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറഞ്ഞൊരു പടത്തിലും ഇതുപോലെ പ്രേമലുവിന് മുമ്പേ ഒരു ആക്ടിങ് ക്യാമ്പ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. എനിക്ക് എഡിറ്റിങ്ങിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം, പക്ഷെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ടൊരു ആക്ടിങ് ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം റെസ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു ടീമുണ്ട്, രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് ഇത് ചെയ്യുന്നതൊക്കെ, ഫാക്കൽറ്റി ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾക്ക് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ നമ്മളുടെ ഒരു
ആസ് എ ഹ്യൂമൻ ബീയിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റലി ഉള്ള മെച്യൂരിറ്റി ഒക്കെ അതിൽ നിന്ന് ലിഫ്റ്റ് ആവുന്നതായിട്ട് എനിക്ക് അതിന് മുമ്പേ തോന്നിയിരുന്നു, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അത് ഞാൻ പ്രേമലുവിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, ബ്രൊമാൻസിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, ബേബികളിന് മുമ്പ് അറ്റൻഡ് ചെയ്തു. ഇത് സമയം വെച്ചിട്ടാണ് ആക്ച്വലി. പക്ഷേ എഗെയിൻ അതിൽ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 തവണയും നമ്മൾ പ്രാക്ടീസ് ചെയ്തത് സെയിം ആണ്, പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന അതിൻ്റെ ഔട്ട്പുട്ട്സും റിയലൈസേഷൻസും പ്രാക്ടീസും എല്ലാം പുതിയതായിരുന്നു. അപ്പം അതുകൊണ്ട് സെയിം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലൈക്ക് ഒരു എക്സസൈസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആക്ടിങ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഓക്കെ, ഓരോ സിനിമയ്ക്ക് മുന്നേയും പോകുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയ്ക്ക് മുമ്പ് എന്നുള്ളത് അങ്ങനെ നടക്കൽ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി, നമ്പർ ഓഫ് സിനിമകൾ കൂടിയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ റസയിൽ പോവാറുണ്ട്. റസാന്ന് തന്നെയല്ല, ഏത് സ്ഥലങ്ങളിലെ ഏത് ഇതുപോലത്തെ ക്യാമ്പുകളാണെങ്കിലും അവർ നമ്മളെ കുറച്ചും കൂടി എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്യും. ഒരു നല്ല പരിപാടി ആയിരിക്കും തോന്നുന്നു. ഈ നമ്മൾ ഹൃദയപൂർവ്വത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് സിനിമ പറയുന്ന സംഭവം എന്താണ്? ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല ട്രെയിലർ. ഒരു പക്ക നമുക്ക് ചിരിക്കാനുള്ള സാധനം എന്നുള്ളതിന് അപ്പുറം വേറെ ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് പറയാൻ ഇപ്പം അനുവാദമുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര ചിരിയിലൂടെ ആയിരിക്കും ഓരോ സീക്വൻസസും മുമ്പോട്ട് പോകുന്ന. നമ്മളുടെ വിൻറ്റേജ് ലാലേട്ടൻ്റെ കുറേ രസങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ സത്യൻ സാറിൻ്റെ സിനിമ കാണുമ്പോൾ അവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു പോകുന്നു എന്നതിനേക്കാൾ സത്യൻ സാറിന്റെ സിനിമ കാണുന്നതാണ് നമുക്ക് സന്തോഷം. അവിടെ നമുക്ക് പുതിയത് കിട്ടിയാലായിരിക്കും നമുക്ക് ഇത് വേണ്ട, പഴയത് മതി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴ ഇത് കാലഘട്ടത്തിന്റെയും അല്ലെങ്കിൽ നമ്മൾ വന്നേക്കുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ ആയിട്ടുള്ള കുറെ പ്ലേസ്മെന്റുകളുടെ വ്യത്യാസം മാത്രമാണ്. അതല്ലാതെ ആ സിനിമയിൽ ആ ഇമോഷൻസും ആ രസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ സത്യൻ സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പും പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന മനസ്സിനക്കരയൊക്കെ. അപ്പോൾ മനസ്സിനക്കര ഇഷ്ടമുള്ള നമ്മൾക്ക് അങ്ങനത്തെ സിനിമ, സത്യൻ സാറിൻ്റെ സിനിമകൾ ഇഷ്ടമുള്ള നമ്മൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന സിനിമയായിരിക്കും. ഈ സത്യൻ സാറിൻ്റെ സിനിമകളുടെ പ്രത്യേകത കൂടുതലും ഗ്രാമമായിരിക്കും. അതിൻ്റെ അത് നോർമലി നമ്മൾ കണ്ടിട്ടുള്ള റെയറായിട്ട് അല്ലാതുള്ള സിനിമകൾ വന്നിട്ടുള്ളൂ. ഇപ്പം ഇതിൽ കുറച്ചുകൂടെ ടൗൺ ഏരിയയിലേക്കാണ് കഥയുടെ പശ്ചാത്തലം വരുന്നത്. അതുപോലെ സാറിന്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിട്ടിരുന്ന ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഇല്ല. അവരൊക്കെ പോയതിനു ശേഷം സാറ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ അവരെ ഒരുപാട് പേര്, ഇപ്പൊ KPS ലളിതാമ്മ, ഇന്നസെന്റ് സാറ്, മാമുക്കോയ സാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ ഒപ്പം ഇല്ല. അപ്പൊ ആ ഒരു ഫ്രെയിമിൽ നിന്നൊക്കെ അവരൊന്നും ഇല്ലാതെ ഒരു ഫ്രെയിം ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷെ ഒരു മലയാളി സാറിന്റെ സിനിമയിൽ കാണുന്നത്. അപ്പൊ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കഥ പറയാവുന്ന അത്രയും പറഞ്ഞു. പക്ഷേ എനിക്ക് ചോദിക്കുന്നത് ഈ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് ഇമോഷൻസിലായിരിക്കും നമ്മൾ ഇറങ്ങുന്ന തിയേറ്ററിൽ നിന്ന്? ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ഏറ്റവും എളുപ്പമുള്ള ഉത്തരവാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളിപ്പോൾ കാണാൻ ആഗ്രഹിക്കും. എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ എന്നോട് എന്താണ് ഇപ്പോൾ പ്ലാൻ ചെയ്യണമെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു, ഭയങ്കര ഒരു രസമുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ ഇപ്പോൾ ഭയങ്കര ആവശ്യമായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലോ തിയേറ്ററിൽ. അത് ഭയങ്കര അതിന് വെർത്തായിട്ടുള്ള സിനിമ തന്നെ ആയിരിക്കും. ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിപ്പോരാൻ പറ്റും. പിന്നെ ഇവരൊക്കെ നമ്മൾ മിസ് ചെയ്യും എന്നുള്ളത് മാത്രമായിരിക്കും അതിലെ ഒരു വിഷമമുള്ളൊരു കാര്യം. ബാക്കിയെല്ലാം ഭയങ്കര സന്തോഷമുള്ള കുറേ മൊമെൻറ്റ്സും ലാലേട്ടനെയും എല്ലാവരെയും കണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല രസമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മൊമെൻറ്റ്സ് ഉള്ള പടമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ കണ്ട ഏറ്റവും നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്ലഹേം കുടുംബശ്രീ യൂണിറ്റിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് ആക്ച്വലി അതിൽ അഭിനയിക്കുന്നുണ്ടാവുന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യാനല്ല, ആകാശേട്ടനാണ് എഡിറ്റ് ചെയ്യുന്നത്, പ്രേമലുവിന്റെ തന്നെ. ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പോൾ അതും രസമുള്ള പടങ്ങളായിരിക്കും, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഈ ആഫ്റ്റർ ഹൃദയപൂർവ്വം എങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യുന്നത്? ഹീറോ ആയിട്ട് തന്നെ ആയിരിക്കുമോ? കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഒരു കരിയറിൻ്റെ യാത്ര നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും സംഗീതം മുകളിലേക്ക് വെച്ചിട്ടുള്ളൂ. ഒരു പിന്നിലേക്ക് പോകുന്ന ഒരു ഇതുണ്ടായിട്ടില്ല, ഒരു ഫെയിലിയർ അങ്ങനെ കാര്യമായിട്ടുള്ളൊന്നും വന്ന് ബാധിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും ഒരു പ്ലാനിങ് വരുന്നത് ഇനി അങ്ങോട്ട്? ഇപ്പം 2 ഹീറോ ആയിട്ട് പടം വരുന്നുണ്ട്. ഹീറോ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു തീരുമാനമില്ല. ഏറ്റവും മെയിനായിട്ട് എൻ്റെ ക്യാരക്ടറിന് കഥയിലൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ചെയ്യാനുണ്ടാകുന്ന ഒരു കഥയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സ്റ്റെപ്പ് മുകളിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ചില സിനിമകളിൽ നമ്മൾ ഹീറോ ആയിട്ട് നമ്മൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. ഞാനതാ പറഞ്ഞ ഈ 2 സിനിമകളും സെലക്ട് ചെയ്താൽ പോലും
ഞാൻ എൻ്റെ മുമ്പ് ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ എന്ത് ക്രൈറ്റീരിയ ആണോ ഞാൻ നോക്കിയിരുന്നത്, എൻ്റെ ക്യാരക്ടറിന് എന്താണ് ചെയ്യാനുള്ളത് അത് മാത്രമാണ്. അത് തന്നെയായിരുന്നു ഈ 2 സിനിമകളിലും എന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന റീസൺ. ഇനി അങ്ങോട്ടേക്കും അത് തന്നെയാണ്. ഞാൻ ക്യാരക്ടർ റോൾസും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയിലും ഇതിന് ശേഷമൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം നായകൻ ആവുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്ന് നായകനാവുക എന്ന് പറയുന്ന ഒരു മാർക്ക് ഇടുന്നതിനേക്കാൾ നല്ല സിനിമകൾ ചെയ്യുക, നല്ല മാർക്കുകൾ ഉണ്ടാക്കുക, സ്ലോ ആണെങ്കിലും സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നല്ലോണം താഴെ വീണിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നത്, അതുകൊണ്ട് വലിയ പേടിയുണ്ട്. എന്നാൽ കൂടി അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പേടിനേക്കാൾ അതൊരു ആളുകളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. ഇനിയും ആളുകളുടെ ഇഷ്ടം കളയരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതലുള്ളത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പ്രിപ്പയർഡാണ്, ഫെയിലിയറിന് പ്രിപ്പയർഡാണ്. ഈ താഴെ വീണിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് പ്രേമലു മുമ്പ് ചെയ്തതെല്ലാം പാളി, ഓൾമോസ്റ്റ് എല്ലാം പാളിപ്പാളി തന്നെ വന്നുകൊണ്ടിരുന്നത്. അതിനു മുമ്പുള്ള എൻ്റെ ലൈഫ് അങ്ങനെ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് അധികം നോട്ട് ചെയ്യപ്പെടാത്തത്. വരാൻ പോകുന്ന ഫെയിലിയേഴ്സ് ആയിരിക്കും ആളുകൾക്ക് അറിയാം. പ്രേമലുവിന് മുന്നേ എത്ര സിനിമകൾ ചെയ്തു? ഞാൻ എഡിറ്റ് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ട് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് ഇതുപോലെ ഫെയിലിയറിനോട് ഒട്ടും റിസീവിങ് അല്ലാതെ റിസെപ്റ്റീവ് ആവാതെ ആയിരുന്നു ഞാൻ നിന്നിരുന്നത്. പറഞ്ഞാൽ അത്രയും നമ്മുടെ എഫേർട്ട് കൂടുന്തോറും നമ്മുടെ ആഗ്രഹം കൂടുന്നു, ഫെയിലിയർ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ മുമ്പ് ചെയ്ത പല സിനിമകളും പല രീതിയിൽ ഫെയിലിയേഴ്സ് ആയിരുന്നു. ഒന്നല്ലെങ്കിൽ ബോക്സ് ഓഫീസ്, അല്ലെങ്കിൽ റിസൾട്ട് വൈസ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എൻഡ് ഓഫ് ദ ഡേ റിലീസ് കഴിയുമ്പോൾ സന്തോഷം കിട്ടാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിലായി ഇതാണ് പരിപാടി. പിന്നിപ്പോൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണെങ്കിലും എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞാൻ നമ്മളറിയുന്നവർക്കൊക്കെ തന്നെ ഈ ഫെയിലിയേഴ്സിലും സക്സസ്സിലും ഭയങ്കര വ്യത്യാസമുണ്ട്. എന്തില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു വന്നതുകൊണ്ട് ഇനി ഓൾറെഡി പുറകേന്ന് വന്നതുകൊണ്ട് പുറകിലോട്ട് ഇടയ്ക്കൊക്കെ പോകാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ ആരായിട്ടാണ് ശരിക്കും? അത് ഞാൻ ഹോം നേഴ്സ് ആയിട്ടാണ് ലാലേട്ടൻ്റെ. ഇപ്പൊ ആരോ പറയുന്നതായിട്ട് മറ്റേ അല്ല വേണ്ട പറയുന്നില്ല. ഹോം നേഴ്സ് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ മെയിൻ പരിപാടി. അപ്പം അതുപോലെ ഒരു ഫ്രണ്ടായിട്ട് പോലെയാണ് പിന്നീട് അങ്ങോട്ടേക്ക് വരാൻ സാധ്യത. അപ്പം ഇത്രയും ഹിറ്റുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഡയറക്ഷൻ കുറച്ച് പതുക്കെ ഉള്ളൂ. അതെ അതെ അതെ. സേഫ് സോൺ ഇപ്പൊ പോവാണ്. ഇനി തൽക്കാലം ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കണം എന്തായാലും. അതെ അതെ. അതുകൊണ്ട് ഇനിയിപ്പം ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ. അടുത്തൊരു വർഷം പകുതി വരെയൊക്കെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണം. അതിൻ്റെ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്ലാൻ്റെ വരും, നേരത്തെ ചോദിച്ചില്ല എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളും ഇനി വരാനിരിക്കുന്ന സിനിമകളും കഴിഞ്ഞാലേ അതെനിക്ക് പോലും ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ പോകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ. ബാക്കി ഈ പറഞ്ഞ സിനിമകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാ സിനിമകൾക്കും ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ തന്നെ. അതാണ് അധികം നമ്പേഴ്സ് എടുക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതിലിപ്പോൾ റിസൾട്ട് എന്താണെങ്കിൽ പോലും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ ഇൻറ്റൻഷൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം ചെയ്ത സിനിമകളും ഇനി വരാനുള്ളൊരു 3-4 സിനിമകളും. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഹൃദയപൂർവ്വം സംഗീത് പ്രതാപ് എന്നുള്ള രീതിയിലേക്ക് ഇനി അങ്ങ് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. തുടർന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു ഏട്ടാ. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.